നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു നിർത്തിയത് നേരത്തെ കിടക്കണം, രാവിലെ എണീറ്റൊരു സ്ഥലം വരെ പോകാനുണ്ടെന്നായിരുന്നില്ല. അപ്പോൾ ഇതാണ് ആ സ്ഥലം. രാവിലെ സൺറൈസിൻ്റെ സമയത്ത് നമ്മൾ പോയത് ഒത്തിരി കാംഗറൂസിനെ കാണുന്ന ഒരു സ്ഥലമാട്ടോ. ലുക്ക് അറ്റ് മീ ഹെഡ്ലാൻഡ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. കോഫ് സാബറിൽ തന്നെ ഉള്ള കേട്ടോ. രാവിലെ ഈ ഒരു സൺറൈസിൻ്റെ സമയത്ത് പോയാലാണ് ഇവന്മാരൊക്കെ ഭയങ്കര ആക്റ്റീവ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു 2 പേരൻസിൻ്റെ. അശ്വിൻ്റെ പേരൻസ് വന്നപ്പോഴും ഞങ്ങളിവിടെ കൊണ്ടുവന്നായിരുന്നു, എൻ്റെ ഫാമിലി വന്നപ്പോഴും നമ്മളിവിടെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഒരു ഓസ്ട്രേലിയൻ സൺറൈസിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഒരു കോർ മെമ്മറി അൺലോക്ക് ചെയ്യുന്ന പോലത്തെ ഒരു സ്ഥലം കേട്ടോ. ഭയങ്കര ഡ്രീമി പ്ലേസ് ആട്ടോ. അടുത്ത് തന്നെ ഒരു കടലും പിന്നെ ഒരു ഹെഡ്ലാൻഡും നല്ലൊരു വാക്കും. രാവിലെ ഈ സൺറൈസിൻ്റെ സമയത്തൊക്കെ വന്നതുകൊണ്ടല്ലോ നമ്മൾ ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവമായിരിക്കും കേട്ടോ. കാരണം ഒത്തിരി കുഞ്ഞന്മാരൊക്കെ ഉണ്ട് കേട്ടോ. ഇവരാണെങ്കിൽ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഓസ്ട്രേലിയ വന്നിട്ട് തലങ്ങനെയും വിലങ്ങനെയും കാംഗറൂസിനെ കണ്ടുമടുത്തു ഇവർ. എന്നിട്ട് നമ്മൾ തിരിച്ച് എയർബിഎൻബി പോയി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. നമ്മളൊരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. എന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഫുൾ ഇനിയുള്ളത് നമ്മൾ ഈ എയർബിഎൻബി തന്നെ കേട്ടോ. ഭക്ഷണം കഴിക്കുന്നു, പുറത്തോട്ട് ഇറങ്ങുന്നു, നടക്കുന്നു, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫാമിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ 2 പന്നികളുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് നമ്മുടെ ഫുഡ് വേസ്റ്റ് നമുക്ക് കൊടുക്കാമെന്ന് അവർ പറഞ്ഞു, ഓണേഴ്സ് പറഞ്ഞു. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയുള്ള പോക്കാണ്. പിന്നെ നമ്മൾ ചുമ്മാ അങ്ങനെ നടക്കുക കേട്ടോ. ഇതൊക്കെ ഫാമിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇതെല്ലാം അടുത്ത് തന്നെ കേട്ടോ. ഈ ഫാമിൻ്റെ നടുക്കാണ് ഈ വീട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ലഞ്ചിനുള്ള പരിപാടികൾ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഓണേഴ്സ് നമുക്ക് ഇവിടെ തന്നെ ഉണ്ടായ ഒരു തണ്ണിമത്തം തന്നായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ മുറിച്ച് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പാസ്ത ആയിരുന്നു ഉണ്ടാക്കിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ വാട്ട് വി ഏറ്റ് ഇൻ എ ഡേ എന്നുള്ള രീതിയിൽ ഇടാൻ പറ്റുന്നൊരു വീഡിയോ ആണ്. വേറെ ഒന്നും കാണിക്കുന്നില്ല. ഭക്ഷണം കഴിക്കുന്നു, പുറത്ത് പോകുന്നു, കിടക്കുന്നു, ഇതൊക്കെ തന്നെ, വേറെ പരിപാടിയൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ 3 പേരും കൂടെ ഒന്ന് നടക്കാൻ വേണ്ടി പോട്ടെ. ഈ ഫാമിൻ്റെ ഫുൾ ലൂപ്പിൽ നമുക്ക് നടക്കാൻ പറ്റും. അങ്ങനെ നടന്ന് വന്നപ്പോൾ അടുത്ത ഫാമിൽ അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ ഒരു കുതിര നടന്ന് നമ്മുടെ അടുത്തോട്ട് എത്തിയിട്ടോ. ആദ്യമായിട്ടാണ്, സാധാരണ പട്ടിയൊക്കെയാണ് ഓടി വരാറ് അടുത്ത വീട്ടിൽ നിന്ന്, ഇതൊരു കുതിരയൊക്കെ ഓടി വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഓസ്ട്രേലിയയിൽ ഒരു ഫാമിൻ്റെ ഒരു ചെറിയൊരു സ്നിപ്പറ്റ്. പപ്പയും അമ്മയും വന്നപ്പോൾ തൊട്ട് ചോദിക്കുക, അപ്പോൾ ഇവിടെ ഓസ്ട്രേലിയയിൽ എന്താണ് ഇവിടെ കൃഷി ചെയ്യുന്നത്? കാരണം ഇതൊന്നും കാണുന്നില്ലല്ലോ. ഫാമിലാണെങ്കിൽ ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ കിടക്കുകയാണ്. ഓസ്ട്രേലിയയിൽ ഫാം ചെയ്യുന്നുണ്ട്, മെയ്സ്, കോൺ, പിന്നെ ഷുഗർ കെയിനും ബെറീസും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ വേറെ സ്ഥലത്താണ്. അപ്പോൾ ഈ ഫാമിലാണെങ്കിൽ കൂടുതലും ലൈഫ് സ്റ്റോക്ക് ആട്ടോ. ഇങ്ങനെ കുതിര, പന്നി, പിന്നെ ആട്, കോഴി, അങ്ങനത്തെയൊക്കെയാണ്. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഒന്ന് പുറത്തോട്ട് ഇറങ്ങി. പക്ഷെ ഭയങ്കര മഴയായതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു ബീച്ചിൻ്റെ ഏരിയ ഒന്നും കാണാൻ പറ്റിയില്ല. ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെയും അടുത്ത ഡിന്നറിൻ്റെ പരിപാടികളാട്ടോ. എല്ലാം നമ്മൾ ക്വിക്കായിട്ടുള്ള സാധനം ഉണ്ടാക്കുന്നത്. അപ്പോൾ ചേച്ചി ഒരു ചിക്കൻ റൈസ് ഉണ്ടാക്കി കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നു. അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. ഈ പുറത്ത് നല്ല മഴ പെയ്യുമ്പോൾ അകത്ത് നല്ല ചൂടോടെ ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒന്നുമില്ല, ഇത് പിന്നെ റിപ്പീറ്റ്. പിന്നെ അടുത്ത ഫുഡ് ഡിന്നർ നമ്മൾ കഴിക്കുന്നു, ഇത് തന്നെ പരിപാടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് അതൊന്നുമില്ല. ആ ഒരു ഫാമിലെ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസും. ഒത്തിരി സ്ഥലങ്ങളൊന്നും കാണാൻ പോകുന്നില്ല. ഭക്ഷണം കഴിക്കുക, പുറത്തിറങ്ങി നടക്കുക, പിന്നെ വന്നിരുന്ന ചീട്ടുകളി, റമ്മി കളിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളൊന്നും കാണാൻ പോകാം. അതായത് എയർബിഎൻബിയിൽ ഫാമിലിയായിട്ട് നല്ല ക്വാളിറ്റി ടൈം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. ഇനി ഇവരെല്ലാം അടുത്ത ദിവസങ്ങളായിട്ട് തിരിച്ചു പോവാണ്. നമുക്കിനി മറ്റൊരു വീഡിയോ കാണാം.